ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്നത്തെ റെസിപ്പി ഒരു കുടുത മുളകിട്ട് വറ്റിച്ചതാണ്. അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. കുടുതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടിക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെറിയുള്ളി തന്നെ ഒരു 10-12 ചെറിയുള്ളി എടുക്കുക കേട്ടോ. ഒരു കപ്പ് ചെറിയുള്ളി എടുക്കുക. അത് നന്നായിട്ട് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു തുടം വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നന്നായിട്ട് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. മിക്സിയിൽ ഒന്നിട്ടും ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. ഒന്ന് ചതച്ച് തന്നെ എടുക്കണം. മിക്സിയിൽ ഇടുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു കറക്കം കറക്കി അപ്പം നന്നായിട്ട് ഇങ്ങനെ ക്രഷായി കിട്ടും. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ചേർക്കല്ലേ കേട്ടോ, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഈ വറ്റിച്ചതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും കറിക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കാൻ നോക്കുക. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടിയുടെ മണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മളിത് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് ഒരു കുടപ്പുളിയോ 2 കുടപ്പുളിയോ വെള്ളത്തിലിട്ട് വെക്കണേ. പുളിക്ക് ആവശ്യത്തിന് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുടപ്പുളി എന്തായാലും ഇടണം കേട്ടോ ഈ ഒരു കറിക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം വെള്ളം അപ്പുറത്തെ അടുപ്പിലൊന്ന് ചൂടാക്കാൻ വെക്കുക. ആ വെള്ളം ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും നല്ലത് പച്ചവെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടായ വെള്ളം നമുക്ക് എത്ര ഇത് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിങ്ങനെ വെള്ളംമാരത്തെ കറിയല്ല കേട്ടോ. മുളകിട്ട് ഇങ്ങനെ മുളക് ചാറ് പോലെയല്ല, ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കുടുത മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വറ്റിച്ചത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. മീനൊന്നും അധികം വേവില്ലല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുടുത മുളകിട്ട് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്